സംസ്ഥാനത്ത് ശക്തമായ വേനൽ ചൂട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ വരെ യെല്ലോ അലർട്ടാണ്. വിവിധ ജില്ലകളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയിട്ടുണ്ട്. ചൂട് കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. അശ്വിൻ ഡിയോഗോ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിനപ്പോൾ കടുത്ത ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. എങ്ങനെയാണ് കാലാവസ്ഥ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്? കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? സൂചിപ്പിച്ച പോലെ തന്നെയാണ് 12 ജില്ലകളിലാണ് നാളെ വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടുത്ത ചൂടായിരിക്കും. സാധാരണ നിലയേക്കാൾ കൂടുതൽ ഈ ഹ്യൂമിഡിറ്റി വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം അടക്കം ഒഴിവാക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങളൊന്നും കുടിക്കരുത് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നാളെ വരെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. നേരിയ ഒരു ആശ്വാസം ഈ ഒരു വേനൽ മഴയിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ വരും ദിവസങ്ങളിൽ ചൂട് കൂടാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് നിലവിലിപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ വർഷം എന്തായാലും ഉഷ്ണതരംഗം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതും ഏറെ ആശ്വാസകരമാണ്. പക്ഷേ എങ്കിലും ജാഗ്രത തുടരണം. ഈ ഒരു മുന്നറിയിപ്പ് എല്ലാവരും കൃത്യമായി തന്നെ പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും ഈ സാധാരണ നിലയേക്കാളുള്ള ഉഷ്ണം അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പും KSDMA നൽകുന്ന മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണം എന്നൊരു കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വേനൽ മഴ വരും ദിവസങ്ങളിൽ ശക്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാളെ വരെയാണ് ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയായിരിക്കും രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം പോലും തലസ്ഥാന ജില്ലയിൽ വൈകുന്നേരം 1 മണിക്കൂറോളം ശക്തമായ മഴയാണ് പെയ്തത്. ഇന്നും അതിനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. രാവിലെ വരെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. ഇത് നേരിയൊരു ആശ്വാസം നൽകുമെങ്കിൽ പോലും ചൂട് ഉയരാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ശരി, പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയും പാലിക്കേണ്ട മുന്നറിയിപ്പുകളും സംബന്ധിച്ചാണ് അശ്വിൻ ഡിയോഗോ വിശദീകരിച്ചത്.